മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഗ്രിംസ്ബി. ഈ ഒരു ഫിക്ചർ അനൗൺസ് ചെയ്ത സമയത്ത് ഒരാളും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നിയർ ബൈ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഹാമർ ആണെന്നുള്ള ഒരാൾ പോലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഈവൻ ഒരു റൈവൽ ഫാൻ ആയിട്ടുള്ള നമുക്ക് പോലും അങ്ങനെ ഫീൽ വന്നിട്ടുണ്ടാവില്ല. പക്ഷേ ദാറ്റ് വാസ് ആക്ച്വലി ഹാപ്പൻ. റിസൾട്ട് കണ്ടിട്ട് നമുക്ക് ആദ്യം എക്സ്പെക്ട് ചെയ്ത പോലെ ഒന്നും ആയിരുന്നില്ല കണ്ടത്. ഒരു എവേ ഗ്രൗണ്ട് ആണ്. എന്തൊക്കെ പറഞ്ഞാലും അവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോയി തോൽക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഒരു പോയിന്റ് പോലും ഒരാൾക്കും ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഇറ്റ് വാസ് ഹൊറിബിൾ ടു സേ ദാറ്റ് ദേ ലോസ് ദ ഗെയിം ദർ. ഒരു ലീഗ് 2 ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പിരമിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രീമിയർ ലീഗ്, ചാമ്പ്യൻഷിപ്പ്, ലീഗ് 1, ലീഗ് 2, അതുപോലെ ലീഗ് 2 ഏറ്റവും താഴത്തെ ടയറിൽ കിടക്കുന്ന 4th ടയറിൽ കിടക്കുന്ന ഒരു ടീമായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ഹൂ ടു ബ്ലെയിം? ഓൾമോസ്റ്റ് എവറിബഡി. നമുക്ക് ഒരാളെ മാത്രം അതിൽ അമോറിമിന്റെ ടാക്ടിക്സിനോ അല്ലെങ്കിൽ റൂബൻ അമോറിമിന് മാത്രം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല. പ്ലേയേഴ്സിന് സിഗ്നിഫിക്കൻറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം പ്ലേയേഴ്സിന് അറിയണം. കാരണം അവരുടെ ഹോൾ ജോബ് എന്ന് പറഞ്ഞാൽ തന്നെ ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേയേഴ്സാണ്. അവരുടെ ജോബാണത്. അവർക്കറിയണം ഇതുപോലെ സിറ്റുവേഷനിൽ, ട്രിക്കി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളിത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, ഹൗ ദേ ആർ ഗോയിങ് ടു ഡു ഇറ്റ്, എവറിത്തിങ് ദേ ഷുഡ് നോ ദാറ്റ്. ആക്ച്വലി ഇതൊന്നും അറിയാത്ത പോലത്തെ ഒരു പെർഫോമൻസ് അവിടെ പോയി ചെയ്യുക, 2 ഗോൾ ഡൗൺ ആവുക, എന്നിട്ട് സംഭവം അവരുടെ ബെസ്റ്റ് പ്ലേയേഴ്സ് ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ആക്ച്വലി എന്നിട്ടാണ് ആ കളി തിരിച്ച് 2-2 കൊണ്ടുവരിക, പെനാൽറ്റിയിൽ തോക്കുക. പ്ലേയേഴ്സ് റെസ്പോൺസിബിൾ ആയിരുന്നു വേണം ഫസ്റ്റ് പറയാനായിട്ട്. കാരണം ഇതുപോലത്തെ സിറ്റുവേഷൻ, ട്രിക്കി സിറ്റുവേഷൻ വന്ന് ഹൗ ടു പുൾ ദിസ് ഇൻ ടു അവർ ഫേവർ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇത്രയും വലിയൊരു ക്ലബിൽ കളിക്കുന്ന പ്ലേയേഴ്സിന്, ഹൈ വേജസിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അതുപോലെ തന്നെ അവരുടെ ട്രാൻസ്ഫർ ഫീ തന്നെ റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസിനാണ് ഓരോ പ്ലേയേഴ്സും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുന്നത്. ദർ ഇസ് നോ എക്സ്ക്യൂസ് ആക്ച്വലി. ടാക്ടിക്സ് ഇതുപോലുള്ള ഗെയിമുകളിൽ വർക്കൗട്ട് ആവില്ല. അതിന് പകരം അവിടെ വേണ്ടത് പവർ ഗെയിം പോലത്തെ ടാക്ടിക്സ് ആണ് അവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഉള്ള ക്ലബുകളുടെ അടുത്ത് നിന്ന്. മാനേജ്മെന്റ് ഡിസിഷൻ ടു ചേഞ്ച് കോച്ചസ് ഇസ് ഓൾസോ വൺ ഓഫ് ദി ഫാക്ടർ. ഇതുപോലെ മിഡ് സീസണിൽ ഇപ്പോൾ റൂബൻ അമോറിമിനെ സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാനേജർ വരുന്നത് ഇതേപോലെ തന്നെ സഫർ ചെയ്യേണ്ടി വരും. സോ ഇറ്റ്സ് നോട്ട് ദ ടൈം ടു ഡു ദാറ്റ്. പ്ലേയേഴ്സിന്റെ ഹൈ വാല്യൂ, അതുപോലെ ഹൈ വേജ് കാരണം ഈവൻ അവർക്ക് വേണ്ട ഈ ക്ലബിൽ നിന്ന് വേറെ ക്ലബിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും ആർക്കും വേണ്ട അവരെ. കാരണം അത്രയും വേജ് കൊടുത്ത ആർക്കും അതുപോലെ പെർഫോം ചെയ്യാത്ത അല്ലെങ്കിൽ ലോ പെർഫോം ആയിട്ടുള്ള പ്ലേയേഴ്സിന് ആവശ്യമില്ല. പിന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് പ്ലേയേഴ്സിനെ ചോദിക്കുന്ന പ്ലേയേഴ്സിനെ അവർ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യത്തിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആരെ വേണോ അവരെ എന്തായാലും ഉണ്ട്. പിന്നെ ഫാൻസിന്റെ മെന്റാലിറ്റി, എക്സ്പെക്ടേഷൻസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക. ദേ ആർ നോട്ട് ദാറ്റ് ടീം റൈറ്റ് നൗ. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് അതുപോലെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലെ എക്സ്പെക്ടേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡിസപ്പോയിൻമെന്റ് ഉണ്ടാവില്ല. മാത്രമല്ല ഒനാന, man, nothing to say about Onana. Onana literally killed that game actually.